സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 3 ഒന്നാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ്, ഈ സീസൺ 3 വെറും 13 എപ്പിസോഡ്സേ ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അത് എപ്പിസോഡ് നമ്പർ കൗണ്ട് 42 ആണ്. പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തുറക്കുന്നതന്നെ ബാക്കിയെ കുച്ചിക്കാണെങ്കിൽ അവൻ്റെ സ്പെഷ്യൽ ടെക്നിക്കായിട്ടുള്ള പെട്ടൽ ടെക്നിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൊറീച്ചി ആണെങ്കിൽ അത് വന്ന് തടയുകയാണ്. ഹേ ബാക്കിയ ബോയ് ഫോർബിറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടെക്നിക്ക് നീ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഗോയ്തെറ്റിന്റെ ഫോർമൽ സെക്കൻഡ് ഡിവിഷൻ കമാൻഡർ എന്തിനാണ് ഇവിടെ വന്നത്? സോൾ സൊസൈറ്റിനെ മുഴുവനായിട്ടും തന്നെ പറ്റിച്ചിട്ട് നീ ഹ്യൂമൻ വേൾഡിലല്ലായിരുന്നോ? നിന്നെ ഒരുപാട് തവണ ഒരുപാട് ആൾക്കാർ തപ്പി, പക്ഷെ നിന്നെ കിട്ടിയില്ല യൊറീച്ചി എന്ന് നമ്മുടെ ക്യാപ്റ്റൻ ബാക്കിയ കുച്ചിക്ക് പറയുന്നു. എന്നാൽ ഇതൊന്നും നമ്മുടെ യൊറീച്ചി ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ യൊറീച്ചി ആണെങ്കിൽ അവളുടെ കൈ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇച്ചിഗോന്റെ മുറിവിൻ്റെ അവിടെ കുരുട്ടി കൊടുക്കുകയാണ്. അന്നേരം തന്നെ ഒരുപാടധികം വേദന ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോയുടെ ബോധം അവിടെ വെച്ച് തന്നെ പോവുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ ഒറ്റയ്ക്ക് മനസ്സിലാകുന്നില്ല, അതുപോലെ തന്നെ നമ്മുടെ ഉട്ടക്കാട്ടയ്ക്ക് മനസ്സിലാകുന്നില്ല. സംഭവം വെച്ചാൽ നമ്മുടെ ഇച്ചിഗോന്റെ ശരീരത്ത് ഒരുപാടധികം മുറിവുകൾ ഉണ്ടായതുകൊണ്ട് തന്നെയാൽ നമ്മുടെ ഇച്ചിഗോയ്ക്ക് നല്ല രീതിയിൽ തന്നെ ബാക്കിയ കുച്ചികിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ യൊറീച്ചി ആണെങ്കിൽ ഇച്ചിഗോനെ തന്നെ എടുത്തിട്ട് നമ്മുടെ യൊറീച്ചി ആണെങ്കിൽ ബാക്കിയ കുച്ചിക്കിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ ബാക്കിയ കുച്ചിക്ക് അതിന് സമ്മതിക്കുന്നില്ല. യൊറീച്ചിനെയും അതുപോലെ തന്നെ ഇച്ചിഗോനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ വളരെയധികം ഈസി ആയിട്ട് തന്നെ നമ്മുടെ യൊറീച്ചി ആണെങ്കിൽ അതെല്ലാം ഡോഡ്ജ് ചെയ്തിട്ട് അവിടെ നിന്ന് ബാക്കിയ കുച്ചികിനെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഇച്ചിഗോനെ കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. സോ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം, യൊറീച്ചി എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സോൾ റിപ്പറാണെന്ന്. പോകുന്നതിന് മുമ്പ് നമ്മുടെ യൊറീച്ചി ആണെങ്കിൽ ബാക്കിയവനോട് പറയുകയാണ്, 3 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവനെ നിന്നെക്കാട്ടിൽ പവർഫുൾ ആക്കും. അതുമാത്രമല്ല, ഇവൻ നിന്നെ തോപ്പിക്കുകയും ചെയ്യും എന്ന് നമ്മുടെ ബാക്കിയ കുച്ചികളോട് യൊറീച്ചി വളരെയധികം മാസ്സായിട്ട് പറയുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ ബാക്കിയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. തന്നെയായിരുന്നു നമ്മുടെ റൂക്കിയുടെ ബോധം അവിടെ വെച്ച് പോകുന്നത്. റൂക്കിയുടെ സ്പിരിച്വൽ എനർജി വളരെയധികം രീതിയിൽ തന്നെ ഡിക്രീസ് ആകുകയാണ്. അങ്ങനെ സ്ക്വാഡ് 4 കുറച്ച് മെമ്പേഴ്സിനെ വിളിച്ചിട്ട് നമ്മുടെ റൂക്കിയെ തിരിച്ച് പ്രിസണിലോട്ട് കൊണ്ടുപോവുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഹനാത്രോ കാച്ചുവിനെ രക്ഷിക്കാമോ എന്ന് ഉറ്റക്കാറ്റോട് ചോദിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ തൻ്റെ സബോർഡിനേറ്റിന് വേണ്ടിയാണ് ഇത് ചെയ്തത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവനെ രക്ഷിച്ചിരിക്കുമെന്ന് ഉറ്റക്കാട്ട പറയുന്നു. പിന്നീട് കാണിക്കുന്നത് റെഞ്ചിനെയാണ്. റെഞ്ചി ആണെങ്കിൽ ഒരുപാടധികം മുറിവുകൾ പറ്റി അവിടെ കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ തൻ്റെ സമ്പത്തുവിൻ്റെ സ്പിരിറ്റ് അങ്ങോട്ട് വരികയാണ്. ഒരു ഗുറിലയാണ്. സോ അവൻ്റെ പേര് എൽസേബി മാറു എന്നാണ്. നീ നിന്റെ മുറിവുകളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നീ നല്ല രീതിയിൽ തന്നെ റിക്കവർ ആവുന്ന സമയത്ത് നമുക്കാണെങ്കിൽ ഇച്ചിഗോനെ പോയി ഡിഫീറ്റ് ചെയ്യണമെന്ന് സെബി ബാറു പറയുകയാണ്. സോ ഇത് കേട്ട നമ്മുടെ രഞ്ജി പറയുകയാണ്, ഇച്ചിഗോ നമ്മുടെ എനിമി അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അവനുമായിട്ട് ഇനി ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതേനെയും അതുപോലെ തന്നെ ഒറിഹിമിനെയുമാണ്. അവർ രണ്ടുപേരും ആണെങ്കിൽ സോൾ റിപ്പേഴ്സിനൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. സോ പിന്നീട് കാണിക്കുന്നത് അവർ രണ്ടുപേരുടെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. സോൾ റിപ്പേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടിട്ട് അവരാണെങ്കിൽ ഒരു ബുഷിന്റെ സൈഡിൽ ഒളിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ ഒറിഹിമിക്ക് ഒരു ഐഡിയ വരുന്നത്. നമ്മളും അവരുടെ കൂട്ടിൽ തന്നെ ഡ്രസ്സ് ചെയ്താൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്നല്ലേ അവർ വിചാരിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും സോൾ റിപ്പേഴ്സിന്റെ ഡ്രസ്സ് എടുത്തിട്ട് മാറാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ ഒറിഹിമയാണെങ്കിൽ ഇഷിതയുടെ മുമ്പിൽ വെച്ച് ഡ്രസ്സ് മാറുകയാണ്. എന്നാൽ ഇത് കണ്ടോണ്ടിരുന്ന നമ്മുടെ ഇഷിതയാണെങ്കിൽ മൊത്തത്തിൽ തന്നെ ഇല്ലാതാകുകയാണ്. ഇത് ഞാൻ സമ്മതിച്ച് തരത്തില്ല, ഇവിടെ നിന്ന് ഡ്രസ്സ് മാറരുത്, എനിക്കൊരു പ്രൈവസി ഇല്ല. ഇതേ സമയം തന്നെ നമ്മുടെ ഇഷിതയ്ക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടി തന്നെ നമ്മുടെ ഒറിഹിമയാണെങ്കിൽ ഇഷിത ഡ്രസ്സിംഗ് റൂം എന്ന് പറഞ്ഞൊരു സാധനം ഇഷിതയ്ക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പണിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇഷിതയാണെങ്കിൽ സോൾ റിപ്പറിന്റെ ഡ്രസ്സ് ഇടുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഒറിഹിമി സോൾ റിപ്പറിന്റെ ഡ്രസ്സ് ഇടുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രസന്റ് ആണ്. കാണിക്കുന്നത് അവർ രണ്ടുപേരും നടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. അതെല്ലാം നോക്കിക്കൊണ്ട് ഒരാൾ അവിടെ നിൽപ്പുണ്ട്. അത് വേറെ ആരുമല്ല, ക്യാപ്റ്റൻ മയൂരിയാണ്. അവരെ രണ്ടുപേരെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. കാണിക്കുന്നത് നമ്മുടെ യൊറീച്ചി ആണെങ്കിൽ ഇച്ചിഗോനെ രക്ഷിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കിടത്തിയിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ്. സോ ഇപ്പോഴും നമ്മുടെ ഇച്ചിഗോയുടെ ബോധം വന്നിട്ടില്ല. നമ്മുടെ യൊറീച്ചി ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നു, ഞാൻ ഇവനെ എന്തൊരു തരത്തിലുള്ള ടെക്നിക്ക് വേണം പഠിപ്പിക്കാൻ. ചെറിയ ടെക്നിക്കൊന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല, വലിയ ടെക്നിക്ക് തന്നെ പഠിപ്പിക്കണം. ബാക്കിയ കുച്ചിക്കിനെ ഇല്ലാതാക്കണമെന്ന് നമ്മുടെ യൊറീച്ചി മനസ്സിൽ വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് ബോധം വരികയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ചാടി എഴുന്നിട്ട് നമ്മുടെ യൊറീച്ചിന്റെ കഴുത്തിന് പിടിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. നീ എന്തിനാണ് എന്നെ അറ്റാക്ക് ചെയ്തതെന്ന് നമ്മുടെ ഇച്ചിഗോ ചോദിക്കുന്നു. സോ നമ്മുടെ യൊറീച്ചി പറയുന്നു, നിന്റെ ഈ മുറിവും അതുപോലെ തന്നെ നിന്റെ ഈ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ട് നിനക്ക് ഒരിക്കലും ബാക്കിയ കുച്ചിക്കുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതേ സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോ അവിടെ തളർന്ന് താഴെ വീഴുകയാണ്. സോ ഈ കാരണത്താലാണ് ഞാൻ നിന്നെ അവിടെ വെച്ച് അറ്റാക്ക് ചെയ്തത്. അത് മാത്രമല്ല, നിന്റെ ഇപ്പോഴത്തെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിനക്ക് ഒരിക്കലും ബാക്കിയെ ഇല്ലാതാക്കാൻ സാധിക്കത്തില്ല.
പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിന് നമുക്ക് 3 ദിവസം മാത്രമേ സമയമുള്ളൂ. ക്യാപ്റ്റൻ ബാക്കിയ കുച്ചിക്കിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്ക് നീ പഠിക്കണം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിക്കോ റെഡി ആകുന്നുണ്ടെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നു 3 ദിവസത്തിനുള്ളിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് ഞാൻ എങ്ങനെ പഠിക്കും എന്നുള്ള കാര്യം. നേരം തന്നെ നമ്മുടെ യൊറീച്ചി പറയുകയാണ്, ഒരു സംബത്തുവിന് 2 ഫോം ഉണ്ട്. അതിൻ്റെ അകത്തിലെ രണ്ടാമത്തെ ഫോം വളരെയധികം പവർഫുൾ ആണ്. ആ ഫോമിന് പറയുന്നതാണ് ബൻകായ്. ആൾക്കൊരു ക്യാപ്റ്റൻ ആവണമെങ്കിൽ സെക്കൻഡ് ഫോമായിട്ടുള്ള ബൻകായ് പഠിച്ചേ പറ്റൂ. എന്നാൽ ക്യാപ്റ്റൻ സെറാക്കി ബൻകായ് പഠിക്കാതെ തന്നെ ഒരു ക്യാപ്റ്റനായി മാറി. കാരണം അങ്ങേർക്ക് അതില്ലാതെ തന്നെ ഒരുപാടധികം പവർ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങേര് മാത്രമേ ഇതുവരെ ബൻകായ് പഠിക്കാതെ ഒരു ക്യാപ്റ്റനായി മാറിയിട്ടുള്ളൂ. സോ ഈ ബൻകായ് എന്ന് പറഞ്ഞ ഈ ഫോം ആണെങ്കിൽ നിന്റെ ഇപ്പോൾ ഉള്ള ഫോമിനെക്കാട്ടിൽ 10 മടങ്ങ് സ്ട്രോങ് ആയിരിക്കും. സോ ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിക്കോ ഞെട്ടുന്നുകൊണ്ട്, അതുമാത്രമല്ല ട്രെയിനിങ്ങിന് വേണ്ടി റെഡി ആകുന്നുണ്ട്. സോ അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 3 ഒന്നാമത്തെ എപ്പിസോഡും അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 42 അവസാനിക്കുന്നത്. നാളെയാണെങ്കിൽ കുറച്ചേറെ വീഡിയോസ് ബ്ലീച്ചിൻ്റെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ചിലപ്പോൾ ഒരു 5-6 എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് എപ്പിസോഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ആ ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.